വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ അൻവർ പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് മുഖ്യമന്ത്രിയും ഈ നെക്സസിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതാണ് കഴിഞ്ഞ 8 വർഷമായി ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ RSS പിൻവാതിലൂടെ വേറെ ആരെങ്കിലും സ്വാധീനിച്ച് നടപ്പാക്കുന്നതല്ല. RSSൻ്റെ സ്വാധീന വലയത്തിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ പ്രിയപ്പെട്ട ആളെ കേരളത്തിൻ്റെ DGP ആക്കിയത് മുതൽ, രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേഷ്ടാവാക്കിയത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ നടപടികളും സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്, മുഖ്യമന്ത്രി നേരിട്ടാണ് RSSുമായിട്ടുള്ള ഈ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അസ്തിത്വം പിണറായി വിജയന് എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നലകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്ന ആളുകൾ, ഭരണപക്ഷത്തുള്ള ആളുകൾ, അവർ കൂടി ഇപ്പോൾ ആ തിരിച്ചറിവിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ്. കാരണം പുതിയ കുറേ ആളുകൾക്കെങ്കിലും ഇതൊരു വലിയ തിരിച്ചറിവായി മാറിയുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും കേരളത്തിലെ ഭരണകക്ഷിയായ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയപരമായ ഒരു അസ്തിത്വമുണ്ട് എങ്കിൽ അവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവണം, നിലപാട് തുറന്നു പറയാൻ തയ്യാറാണ്. കാരണം മുഖ്യമന്ത്രി എവിടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ ക്ലിയറായി. മുഖ്യമന്ത്രി അജിത് കുമാറിനൊപ്പമാണ്, മുഖ്യമന്ത്രി RSSനൊപ്പമാണ്. അത് മുഹമ്മദ് റിയാസിനെ വേണ്ടി പോലുമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണല്ലോ മുഹമ്മദ് റിയാസ്. അപ്പോൾ ആ നിലയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് എന്ന് ഭരണപക്ഷ MLA ആയ അൻവർ പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. കാരണം ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുടെയും സൂത്രധാരൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ അജിത് കുമാർ ആയാലും നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ശിവശങ്കർ അടക്കമുള്ള IAS ഉദ്യോഗസ്ഥന്മാരായാലും അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് പണിയെടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അല്ലാതെ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വിഡ്ഢിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുറേ ഉപജാപക സംഘങ്ങൾ അവരുടെ ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ RSS മേധാവിയുമായിട്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് നമ്മളെ സംബന്ധിച്ചാണ് പുതിയ അറിവ്. 1-2 ആഴ്ചയായിട്ടുള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്നേ കേട്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് അന്നേ കിട്ടിയിട്ടുള്ളതാണല്ലോ. ഇതുവരെ അദ്ദേഹം നടപടി എടുത്തിട്ടില്ലല്ലോ. ഈ വിവാദം ഉണ്ടാവുന്നത് വരെ ഇങ്ങനൊരു സംഭവമേ നടന്ന വിവരം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം രഹസ്യമായി അദ്ദേഹത്തിൻ്റെ ചില ദൗത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച ആളുകളാണ് ഈ പറയുന്ന അജിത് കുമാർ അടക്കമുള്ള ആളുകൾ, ഇന്നലകളിൽ ശിവശങ്കർ അടക്കമുള്ള ആളുകൾ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. അല്ല, അൻവറിൻ്റെ ആ രാഷ്ട്രീയ നിലപാടൊന്നും അൻവർ ഇന്നും വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അൻവർ ഇപ്പോഴും LDFൻ്റെ MLA ആയി CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലെ അംഗമായിട്ട് നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിപ്പിച്ചത് CPMൻ്റെ പ്രവർത്തകരും വോട്ടർമാരും അനുഭാവികളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടിൽ അൻവർ തുടരുന്നിടത്തോളം കാലം ഞങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമോ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അത് കേരളത്തിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടക്കം ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യമാണല്ലേ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 110ഓളം മണ്ഡലങ്ങളിൽ LDF ഈ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയിരിക്കുന്നു. BJP ഒന്നാം സ്ഥാനത്തെത്തിയ 11 മണ്ഡലങ്ങൾ എല്ലാം LDFൻ്റെ മണ്ഡലങ്ങളാണ്. മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് LDFനെ 3-ാം സ്ഥാനത്തേക്ക് ആക്കിക്കൊണ്ട് BJPക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ വയനാടിൻ്റെ കാര്യത്തിൽ പോലും കാണുകയല്ലേ. മുഖ്യമന്ത്രി പറയുന്നത് ഈ ഘട്ടത്തിൽ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് പോലും അതിൽ വേദനയുണ്ട്. മുഖ്യമന്ത്രിക്കും നിലവിലുള്ള ഭരണ സംവിധാനം എന്താണോ ആ ഭരണ സംവിധാനത്തിനും ഒപ്പം നിൽക്കേണ്ട ഒരു സമയമാണല്ലോ ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് സർക്കാരിനെ വിശ്വസിക്കാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്രെഡിബിലിറ്റിയാണ് ഇന്ന് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബാധ്യത. ഇന്നലകളിൽ അത് വലിയൊരു അസറ്റായിരുന്നു, പക്ഷേ ഇന്ന് അത് ഏറ്റവും വലിയ ഒരു ബാധ്യതയായി CPMന് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അല്ല, അൻവറിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്.
അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണെങ്കിൽ ഞാനും കുറേ കാര്യങ്ങൾ പറയുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മുഖ്യമന്ത്രി പറയട്ടെ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയട്ടെ. അൻവർ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്താനുള്ള കാരണങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ച് അജ്ഞാതമാണ്. പക്ഷേ അൻവർ ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല, അത് ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ അൻവർ കൂടി പറയുന്നു എന്നുള്ള നിലയിൽ മാത്രമേ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നുള്ളൂ. അല്ല, കോൺഗ്രസ് ഇതിനെ സംബന്ധിച്ചല്ലേ കഴിഞ്ഞ 8 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഒരാളെ DGP ആയി കൊണ്ടുവരുന്ന ഘട്ടം തൊട്ട്, കുഴൽപ്പണ കേസ് ഒത്തുതീർപ്പാക്കിയ ഘട്ടം തൊട്ട്, BJP-ക്കാർ പ്രതികളാകുന്ന കൊലപാതക കേസുകളിൽ പോലും അട്ടിമറികൾ നടക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും വർഗീയ കലാപം ആസൂത്രണം ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്ന നീക്കങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ചാൽ ഉടനെ അവരെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് ആ നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇതിനെ ലഘൂകരിക്കുന്ന സാഹചര്യം തൊട്ട് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും CPM-ന്റെ പ്രഖ്യാപിതമായ സംഘപരിവാർ വിരുദ്ധതയൊന്നും മുഖ്യമന്ത്രിയുടെ ഭരണ നടപടിയിൽ കാണുന്നില്ല. കേരളത്തിലെ പോലീസ് പൂർണ്ണമായി സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ഒരു ഗൗരവമുണ്ട്. ഇപ്പോൾ അൻവർ മറ്റെന്ത് തരം പ്രകോപനം ഉണ്ടായാൽ പോലും അൻവർ കൂടി അത് പറയുന്നു എന്നുള്ളതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം.